നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. അർദ്ധനഗ്നത കാണിക്കുന്ന ജീൻസും ഷർട്ടും ബനീനും ധരിച്ച് പ്രലോഭിപ്പിക്കുന്ന പെൺകുട്ടികളെ കടലിൽ കെട്ടിത്താഴ്ത്തണമെന്ന് ക്രിസ്ത്യൻ വൈദികൻ. ദൈവത്തിന് നിന്ദ്യരായി നിന്ന് പള്ളിയിൽ വന്നു കയറി കരം കുത്തിപ്പിടിച്ച് അമ്മയേക്കാൾ കൂടുതൽ ഭക്തി കാട്ടിയാൽ പെൺകുട്ടികൾക്ക് കൃപ കിട്ടുമോ എന്നും വൈദികൻ ചോദിക്കുന്നു. സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുമായുള്ള ക്രിസ്ത്യൻ വൈദികന്റെ സുവിശേഷ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് വൈദികന്റെ പ്രസംഗം. ചില പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ചില പെൺകുട്ടികൾ വന്നു നിൽക്കുമ്പോൾ കുർബാന കൊടുക്കാനും തോന്നാറില്ല, ഇതുങ്ങളെ പള്ളിയിൽ നിർത്താനും തോന്നാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഒന്നുകിൽ ഒരു ജീൻസ്, ഇല്ലെങ്കിൽ പാൻസ്, ഷർട്ട്, ബനിയൻ, ഇതിലേതെങ്കിലും ഒന്നേ ഇടൂ. എന്നിട്ട് കയ്യിലൊരു മൊബൈൽ ഫോണും കാണും, തൂവാലയും കാണും. തലമുടി ചീകി റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ടാകില്ല, അത് പറപ്പിച്ചിട്ടിട്ടുണ്ടാകും. എന്നിട്ട് ആരെയോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽപ്പാണ്. എന്തിനാ സാധനം പള്ളിയിൽ വന്നിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഇരിക്കുന്ന സ്ത്രീ മക്കളോട് എന്റെ ചോദ്യം ഇതാണ്: ആൺകുട്ടികളിടുന്ന ജീൻസും ഷർട്ടും പാൻസും ഇടാൻ കത്തോലിക്ക സഭ നിനക്ക് അധികാരം നൽകുന്നുണ്ടോ? പോട്ടെ, കത്തോലിക്ക സഭയെ ഒരു ഭാഗത്തേക്ക് നീക്കി നിർത്താം. പരിശുദ്ധ ബൈബിൾ നിനക്ക് അനുവാദം നൽകുന്നുണ്ടോ? ഇതേക്കുറിച്ച് എന്താണ് വചനം പഠിപ്പിക്കുന്നത്? നിയമാവർത്തന പുസ്തകത്തിന്റെ 22-ാം അധ്യായം 5-ാമത്തെ വചനം ഇത്തരത്തിലാണ് പറയുന്നത്: സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം അണിയരുത്. അപ്രകാരം ചെയ്താൽ അവർ ദൈവത്തിന് നിന്ദ്യരാണ്. ഇന്ന് അനേകം പെൺകുട്ടികൾ ഇങ്ങനെയാണ്. ധ്യാനമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ പല ആൺമക്കളും എന്നോട് ചോദിക്കുന്നുണ്ട്: അച്ഛാ, നല്ല തീരുമാനം ഈ ധ്യാനത്തിലൂടെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് അർദ്ധനഗ്നത കാണുന്ന വസ്ത്രമിട്ട് പെൺകുട്ടികൾ പോകുന്നതാണ്. ഇത് കാണുമ്പോൾ അറിയാതെ പ്രലോഭനം കയറി പാപത്തിൽ വീണു പോകും അച്ഛാ എന്നാണ്. ദുഷ്പ്രേരണ ആരു മൂലമുണ്ടാകുന്നുവോ അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ തിരിതല്ലി കെട്ടിയിട്ട് കടലിന്റെ ആഴങ്ങളിൽ കൊണ്ട് തള്ളുന്നതാണ്. ഇവിടെ ഒരു യുവാവിന് പരിശുദ്ധ ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായി ചെന്നപ്പോൾ തൊട്ടപ്പുറത്തെ സൈഡിലോ അല്ലെങ്കിൽ മുൻപിലോ നിൽക്കുന്ന പെൺകുട്ടികൾ ആ യുവാവിന് ആകർഷണം നൽകുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ടുവന്ന് നിൽക്കുകയാണെങ്കിൽ അവർക്ക് പരിശുദ്ധ ബലിപീഠത്തിൽ പോലും നോക്കാൻ പറ്റാതെ നിന്നിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നീ പാപഹേതുവാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വസ്ത്രമുണ്ട്, ചുരിദാർ. പക്ഷേ ഇപ്പോൾ പറ്റിയിരിക്കുന്നത് എന്താണ്? സാത്താൻ കയറിയിട്ട് ഷോൾ എടുത്ത് ഒറ്റ ഏറാണ്. ഷോൾ ഇല്ലാതെയാണ് നടപ്പ്. പിന്നെ സാത്താൻ കയറിയിട്ട് സൈഡ് വെട്ടാൻ തുടങ്ങി. മൂന്നാമതായി സാത്താൻ കയറിയിട്ട് അതിന്റെ ബോട്ടം ഏതൊക്കെ രീതിയിൽ ബനിയൻ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നു വൈദികന്റെ പ്രസംഗം. ഏതായാലും വൈദികനെതിരെ വ്യാപക പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്നത്. പരാമർശങ്ങളോടും പ്രസംഗത്തോടും ഒക്കെ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.